ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലെ ഹണി കോട്ടേജ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി സബ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് ഒരു 2 hour ജേണി ഉണ്ട് അബഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അബഹ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. കണ്ടാലും മതിയാവാത്ത അത്ര കാണാനുണ്ട്. നമ്മൾ ഈ വയനാട്ടിലോട്ടൊക്കെ പോകുന്ന പോലെ ചുരമൊക്കെ കയറി കാടും മലകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇതാണ് ഹണി കോട്ടേജ്. ഒരു ഹണി റിഫൈൻഡ് സെൻറ്റർ റീക്രിയേറ്റ് ചെയ്തതാണ് ആക്ച്വലി. നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് ബീസ് പോലീസിൻ്റെ ഒരു വെഹിക്കിൾ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്യാമറ അലൗഡാണ്. നമുക്ക് എവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ എൻഡിലാണ് നമുക്ക് ഈ ഹണി കോട്ടേജിലോട്ടുള്ള എൻട്രി വരുന്നത്. മുമ്പ് ഈ ഫ്ലവേഴ്സ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവർ ചെയ്തതാണ് ഈ ഫ്ലവേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളുമൊക്കെ. 3 കളറിലുള്ള കടലാസ് പൂ ഇല്ല നമ്മുടെ നാട്ടിലെ, അത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ എൻഡിലായിട്ട് കുറച്ച് വൈറ്റ് കളറിലുള്ള പാറക്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്കായിട്ട് വേറൊരു വെഹിക്കിളും വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ പോസ് ചെയ്യാം. 10 റിയാലാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ആ 10 റിയാൽ ഞങ്ങൾക്ക് വെർത്താണ്. ഇതിന് നേരെ മുമ്പിലായിട്ട് ഹണി ടവർ ഉണ്ട്. ഇത് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഹണി ടവർ. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് വേറൊരു മരം കൊണ്ടെല്ലാം ചെയ്ത ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്താൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നതാണ്. ഞങ്ങൾ ആക്ച്വലി 3 ഫാമിലി ആയിട്ടാണ് പോയത്. നമ്മൾ ഒരാൾ, പിന്നെ ഒരു ഷാല നൗഫൽ, പിന്നെ കണ്ണൂരുള്ള ഒരു ഇക്കാക്ക, പിന്നെ ഒരു ഫെമിത്താത്ത, അങ്ങനെ 3 ഫാമിലി ഒരുമിച്ച് കാണാൻ പോയതാണ്. ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു വൈറ്റ് കളർ അടിച്ച ഒരു ബംഗ്ലാവാണ്. അതിൻ്റെ 2ാമത്തെ നിലയിലായിട്ടാണ് ഈ ഒരു ഫാം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ടൂറിസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു എൻജിനീയർ മുഹമ്മദ് അൽ അമൈ എന്ന് പറയുന്ന ഒരു എൻജിനീയർ ഒരു മുസ്ലിം ഗ്രാമീണ സമൂഹത്തിൻ്റെ ഫാം എങ്ങനെയാണ്, അവരുടെ വീടുകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. തേൻ എടുത്തിട്ട് അത് ഇത് ചെയ്ത് എന്താ പറയുന്നത്, പ്യൂരിഫൈ ഒക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ ഈ ഒരു ഫാമിനകത്ത് കാണുന്നത്. ഇത് നേരെ കയറി ചെന്നാൽ അവിടെ ഒരു ഫ്രീ സ്പേസ് ആണ്. ഇതാണ് ആ ഫ്രീ സ്പേസ്. ഇത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളോട്ടുള്ള ഡോർ വരുന്നത്. ഇതിൻ്റെ ഈ ഡോറ് തുറന്ന് ഉള്ളോട്ട് പോയാൽ അത് വേറൊരു ലോകമാണ്. നമ്മൾ ഈ തായ്ലാൻഡിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഒരു നൈറ്റ് ഒരു ഇതൊക്കെ കാണാറില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ? ഈ ഒരു സമൂഹത്തിലെ വീടുകളിൽ എങ്ങനെയാണോ ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും. കയറി ചെല്ലുമ്പോൾ ചെറിയൊരു സ്പേസ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഈ 30 തരം ഹണികൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അവർ പറയുന്നത് വേൾഡിലെ ആദ്യത്തെ താൻ റിഫൈൻ ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞതെന്നാണ്. പിന്നെ ഇതിന് നേരെ പോയാൽ ഉള്ളോട്ടായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിൽ കുറേ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണിത്. പിന്നെ ചെയർ, ഇവിടേക്ക് ഇരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. മക്കളൊക്കെ ആയിട്ട് പോയാൽ അവരെ കുറേ നല്ല നിമിഷങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അവരിടുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു സ്ഥലമാണ് ഈ സോഫയുടെ ഇതൊക്കെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ മുമ്പിലായിട്ട് ഒരു ഇതുണ്ട്, എന്താ അതിന് പറയുന്നത്, ഏറുമാടെന്നൊക്കെ പറയില്ലേ, അതുണ്ട്. ഇതാണ് 30 വെറൈറ്റീസ് ഓഫ് താൻ.
ഇതെല്ലാം അതിൻ്റെ അടുത്തൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്നും എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എരിവുള്ള തേനുണ്ട്, പിന്നെ ബേബി തേനുണ്ട്, അങ്ങനെ ഒരുപാട് തേനുകളുണ്ട്. അതിൻ്റെയൊക്കെ എന്താണോ എക്സ്പ്ലനേഷൻ അത് അതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. ഇതിങ്ങനെ ലൈറ്റ് നല്ല ഇതായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വുഡിൻ്റെ ഇതാണ്. ആ വുഡിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ആ ബൾബിൻ്റെ മുകളിലാണ് ഈ ഒരു ഇതിൻ്റെ ബോട്ടിൽ വെച്ചിരിക്കുന്നത് തേൻ്റെ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഈ സൗദി അറേബ്യയിലുള്ള ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് അടുത്താണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അവിടെ പോകുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ചു വന്നു. ആ ഫോട്ടോസ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ 10 റിയാലിൻ്റെ തേൻ തന്നെ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് പോകാം നമുക്ക്. എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.